മനനപ്രകരണമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ തീർത്തിട്ട് ഏതാണ്ടായി. മനനം എന്തിനാണ്? നമ്മൾ ശ്രവണം ചെയ്തതിന് വീണ്ടും പര്യാലോചിക്കുന്നതിനാണ് മനനം എന്ന് പറയുന്നത്. ശ്രവണം ചെയ്തത് കൊണ്ട് മാത്രമൊന്നും ആയില്ല. അതിവർ പറയണത് എങ്ങനെയാണ്? പശു അതിന് വൈക്കോലും പുല്ലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജാതിയും അത്രയും പടപടാന്നങ്ങ് അകത്താക്കും അവർ. പക്ഷെ അതിന് ശേഷം അത് കിടന്നിട്ട് അയവിട്ട് ഇങ്ങനെ ആ രസം അതിൽ ഊരി വരുന്ന രസത്തെ ആസ്വദിക്കുന്ന പോലെ ഇതുപോലെയാണ് ഈ മനനം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനാണ് മനനം എന്ന് പറയുന്നത്. കേവല ശ്രവണം കൊണ്ട് തന്നെ അധികാരി പുരുഷന്മാർക്ക് ഈ ആത്മജ്ഞാന സിദ്ധി ഉണ്ടാവും. എന്നാൽ സാധാരണ ഈ മന്ദമുക്ഷുക്കൾക്കെല്ലാം വീണ്ടും വീണ്ടും അതിനെ പര്യാലോചനകൾ ചെയ്യണം. എങ്ങനെയാണ്, എന്താണ് അച്ഛൻ ഇപ്പോൾ ചെയ്ത് എനിക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ശ്രവണം കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം. പക്ഷേ ഇതിന് മരണമെങ്കിൽ ഇതിന് ആലോചനകൾ ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരു പര്യാലോചന വേറൊന്നുമില്ല. ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നാനാവശങ്ങളും നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കാരണം സംശയങ്ങൾ വരാം. സംശയങ്ങൾ വരുമ്പം ആ സംശയത്തെ നിരാകരിക്കുന്ന യുക്തികൾ തനിക്ക് വേണം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഇതിനെപ്പറ്റി പര്യാലോചിക്കും. അത് എപ്പോഴാണ് പര്യാലോചിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമിലല്ല, ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട സകല സമയത്തും ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് നമുക്കിതിനെ ബ്രഹ്മാഭ്യാസമായിട്ടും ഇരിക്കുന്നത്. തൽചിന്തനം, തൽക്കഥനം, അന്യോന്യം, തൽപ്രഭാഷണം, ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് മനനം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അന്യോന്യം ഇതിനെപ്പറ്റി വാദപ്രതിവാദങ്ങൾ ചെയ്യുക, ഇങ്ങനെ ചെയ്തു വരുന്ന ഒരു ബ്രഹ്മാഭ്യാസമാണ് ഈ മനനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മനന പ്രകരണമാണിത്. ഇവിടെ പറയുന്നു, ഒന്നിനാലും അറിയപ്പെടാത്തവനായി എല്ലാറ്റിനെയും അറിയുന്നവനായി എങ്ങനെ ഇരിക്കുന്നു എന്നാൽ ഈ ആത്മാവിനെ പറ്റി പറയുമ്പോൾ ഈ ആത്മാവിൻ്റെ പ്രകൃതമാണ് പറഞ്ഞത്. അത് ഒന്നിനാലും അറിയപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എല്ലാം ഈ ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് അതാതിൻ്റെ ധർമ്മങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്ക് പറയുകയാണെങ്കിൽ മനസ്സ് ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ സങ്കല്പത്തെ ചെയ്യും. ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ച് അത് നിശ്ചയത്തെ ചെയ്യുന്നു. ചിത്തം ആത്മാവിനെ ആശ്രയിച്ച് അതിൻ്റെ ചിന്ത, അതാണ് ഈ ഓർമ്മിക്കൽ തുടങ്ങിയത് ചെയ്യുന്നു. ഇതുപോലെ അഹങ്കാരം ഞാനെന്ന് ഊറ്റം കൊള്ളുന്നു. എല്ലാം ഏതിനെ ആശ്രയിച്ചാണ് എന്ന് ചോദിച്ചാൽ ഈ ആത്മാവിനെ ആശ്രയിച്ചാണ് ഈ കർണങ്ങൾ അതിൻ്റെ ധർമ്മത്തെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആത്മാവിനെ ഈ കർണങ്ങളല്ല, അതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ കർണങ്ങൾക്ക് ഈ ആത്മാവിനെ അറിയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ കർണങ്ങൾ ജഡമാണ്. പക്ഷെ ചൈതന്യമായിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ച് ചൈതന്യമായിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന കർണങ്ങളാൽ ആത്മാവിനെ അറിയാൻ സാധിക്കില്ലെന്ന് പറയുന്നതിൽ സങ്കോചം വരേണ്ട കാര്യമില്ല. ഉണ്ടായില്ല. അതിൻ്റെ ഒരു അല്പത്തിലിരുന്ന് പ്രവർത്തിക്കുകയാണ് ഈ മനസ്സൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞു, ഒന്നിനാലും അറിയപ്പെടാത്തവനായി എല്ലാറ്റിനെയും അറിയുന്നവനായി എങ്ങനെ ഇരിക്കുന്നു എന്നാൽ പാപരൂപങ്ങളായി ഉണ്ടായതായി തോന്നുന്ന കോശങ്ങളും അതുകളെ തള്ളിയാൽ ഒന്നുമില്ലാതെ തോന്നുന്ന ശൂന്യവും സകലവും തോന്നുന്നതെല്ലാം ജഡം തന്നെയാകയാൽ കാണുന്നവനെ ഒരുവൻ ഇല്ലാതെ തനിയെ കാണപ്പെടുന്നതല്ല. ഒരുത്തനാൽ കാണപ്പെടുന്നതാണെന്ന് അറിയണം. കാണുന്നവനില്ല എന്നാൽ അപ്പോൾ ഒന്നും കാണാതെ പോകുമല്ലോ. അത് ഏതുപോലെ എന്നാൽ ഘടാദികളെ കാണുന്നവൻ ഇരിക്കുമ്പോൾ കാണപ്പെടുന്നതല്ലാതെ കാണുന്നവൻ ഇല്ലാതെ തനിയെ എങ്ങനെ കാണപ്പെടുന്നില്ലയോ, അതുപോലെ ശൂന്യത്തെ കാണുന്നവൻ ഇരിക്കുന്നതിനാൽ
ശൂന്യം തോന്നുന്നു. കാണുന്ന സാക്ഷി ഇല്ലെന്നറിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള ശൂന്യവും എങ്ങനെ തോന്നും? സ്വയമായി തോന്നുന്ന അറിവില്ലാതെ, ജഡമായതിനാൽ കാണുന്ന സാക്ഷിയില്ലാതെ താൻ തന്നെ തോന്നുകയില്ലല്ലോ. ജഡങ്ങളായ ഘടാദികളും കാണുന്ന സാക്ഷിയില്ലാതെ സ്വതവേ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാത്തതിനാൽ ഒന്നുമില്ല എന്ന് തോന്നുന്ന ശൂന്യവും തോന്നുകയില്ല. പിന്നെ എങ്ങനെ തോന്നുന്നുവെന്നാൽ അതിനും അതീതമായിരിക്കുന്ന സാക്ഷി അപ്രകാരം തോന്നിപ്പിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണെന്നറിയേണ്ടതാണ്. അത് എന്തുപോലെ എന്നാൽ സ്വതേ പ്രകാശമില്ലാതെ അപ്രകാശങ്ങളായ മേഘം മുതലായത് ഭൂമിയിലിരിക്കുന്ന ഘടാദികൾ ഇവകളെല്ലാം തനിയെ തോന്നാതെ ബഹുയോജന ദൂരത്തിലിരിക്കുന്ന സുപ്രകാശനായി വിളങ്ങുന്ന സൂര്യനാൽ പ്രകാശിക്കപ്പെട്ടും കൊണ്ട് സൂക്ഷ്മമായി എങ്ങനെ തോന്നുന്നുവോ അതുപോലെ ബുദ്ധികൽപിതമായി പുറമേ ഇരിക്കുന്ന ശൂന്യം മുതലായ സകല ദൃശ്യ സമൂഹങ്ങളും സ്വതേ ജഡമായി തന്നെ തോന്നാത്തതായി ഇരിക്കുന്നതിനാൽ സ്വതേ ജഡമായി തന്നെ തോന്നാത്തതിനാൽ ഇതുകൾക്ക് അതീതമായി സ്വപ്രകാശമായിരിക്കുന്ന ചിത്താൽ തോന്നിപ്പിക്കപ്പെട്ടും കൊണ്ട് തോന്നുന്നു. ആയതിനാൽ ശൂന്യത്തിനും അതീതമായി ശൂന്യവിലക്ഷണനായി ശൂന്യത്തെ അറിയുന്നവനായിരിക്കുന്ന സാക്ഷിയെ എല്ലാറ്റിനെയും അറിയുന്നവനായി ഒന്നിനാലും അറിയപ്പെടാത്തവനായി ഇരിക്കുന്ന ആത്മാവായിട്ട് അറിയാമല്ലോ. ആകയാൽ നീയും സൂക്ഷ്മബുദ്ധി കൊണ്ട് ആത്മാവിനെ അറിയുക. അങ്ങനെയാണ് ഈ ആത്മാവിനെ അറിയുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വിഷയത്തെ അറിയുന്നത് പോലെ ഉള്ള ഒരു കാര്യമല്ല. കാരണം എന്താണ്? ആത്മാവ് ഒരു വിഷയമല്ല. ഇനി ഈ വിഷയത്തെ അറിയുന്ന രൂപത്തിൽ വിഷയത്തെ അറിയുന്ന ആരാണ്? ചിതാഭാസനാണ്. ചിതാഭാസനത്തെ ആരെന്നറിയാമോ? നമ്മുടെ ഈ മനസ്സിൻ്റെ വൃത്തികളിൽ ഒരു ചൈതന്യം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ചിതാഭാസൻ. ഈ ചിതാഭാസനെ കൊണ്ട് ഇതിനെ അറിയാനും പറ്റില്ല, ആത്മാവിനെ അറിയാൻ പറ്റില്ല. ഇവർ പറയുന്നു ഈ വൃത്തി ഇതിനെ ബഹിഷ്കരിച്ചാൽ മതി. അത് വേറെ രൂപത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ആത്മാവിനെ അറിയാം. അപ്പം ഇതിനെ ബഹിഷ്കരിക്കാൻ ശ്രമിക്കുന്ന യജ്ഞം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിരാകാരമായി ഒരു ശൂന്യത സൃഷ്ടിക്കും. ശൂന്യതയെ സൃഷ്ടിക്കും. വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ എന്താണ്? ശൂന്യതയല്ലേ? ഈ ശൂന്യതയാണ് സുഷുപ്തി. പക്ഷേ ആ സുഷുപ്തിയും പ്രകാശിപ്പിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവ് ഇരിക്കുന്നതുകൊണ്ടാണ് സുഷുപ്തിയുടെ രഹസ്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചത്. പറയല്ലേ, ആ സുഷുപ്തിയിൽ ആ ഒരു ശൂന്യത്തെ കണ്ടു എന്നാണ്. അവിടെ ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന വീടിനെ പറ്റി ഓർമ്മയില്ല, മക്കളെ പറ്റി ഓർമ്മയില്ല, സമ്പാദിച്ച ധനത്തെ പറ്റിയോ തൻ്റെ രോഗങ്ങളെ പറ്റിയോ ഓർമ്മയില്ല. ഒരാൾക്ക് സുഷുപ്തിയിലുണ്ടോ? എല്ലാം ഇല്ലാതെ പിന്നെ അവിടെ എന്താണ് ഉള്ളത്? ഒരു ശൂന്യതയാണുള്ളത്. ഒരു ഭയങ്കരമായ ഒരു ശൂന്യതയാണ് സുഷുപ്തിയിൽ സൃഷ്ടിക്കപ്പെട്ടത്. അവർ പറയുന്നു ഈ ശൂന്യതയെ ആത്മാവ് പ്രകാശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ശൂന്യത്തെ ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞത്. ശൂന്യതയിൽ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്നാണ് സുഷുപ്തി വിട്ടു വരുന്ന ഒരാളിൻ്റെ സ്മൃതി. സുഷുപ്തി വിട്ട് വന്നു കഴിയുമ്പോഴുള്ള സ്മൃതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇന്നലെ നല്ല സുഖമായി ഉറങ്ങി കേട്ടോ. എന്താണെന്ന് അറിഞ്ഞില്ല, ക്ഷേത്രത്തിലൊക്കെ പോയി പ്രദക്ഷിണമൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫലമായിരിക്കും നല്ല സുഖമായ ഒരു സുഷുപ്തി കിട്ടിയതൊക്കെ ചിലർ പറയും. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും. പക്ഷെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുകയാണ്, ആ ശൂന്യതയെ അറിഞ്ഞിരിക്കുകയാണ്. ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത്. പക്ഷേ സുഖമായിരുന്നു എന്നുള്ളത് ആ സമയത്ത് അവിടുത്തെ ആത്മസ്വഭാവമാണ്, ആത്മാവിൻ്റെ സ്വരൂപമാണ്. ഇത് അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതാണ് ബ്രഹ്മാനന്ദം. സുഷുപ്തി ആനന്ദത്തിൻ്റെ പേരാണ് ബ്രഹ്മാനന്ദം. വിഷയസുഖത്തിൻ്റെ പേരാണ് വിഷയാനന്ദം. വിഷയത്തിലാണ് സുഖം ഇരിക്കുന്നത്.
അപ്പോൾ വിഷയത്തോട് സംബന്ധപ്പെട്ട് അനുഭവിക്കുന്ന സുഖം വിഷയാനന്ദം. തൻ്റെ സ്വരൂപം ബ്രഹ്മാനന്ദമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. തൻ്റെ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മമായിട്ട് ചേർന്ന് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അവിടെ ശൂന്യം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു, പക്ഷെ അങ്ങനെ കാണത്തക്കതായി ഒന്നും തന്നെ സുഷുപ്തിയിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതാണ്. എന്ന് വിചാരിച്ച് ആ ശൂന്യത്തെയാണ് ഇവിടെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഒന്നുമില്ല എന്നുള്ള ശൂന്യം. നമുക്ക് ഈ ഇതിൻ്റെ സ്മൃതി രൂപത്തിൽ ഇതിൽ പ്രത്യക്ഷപ്പെടുകയാണ്. രാവിലെ ഉറങ്ങി എണീറ്റ പുരുഷൻ എന്ത് പറയും? ഇന്നലെ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അപ്പം ഈ സുഖത്തിനും ആ അറിഞ്ഞില്ല എന്നുള്ളതിനും ഈ ആത്മാവ് പ്രകാശിപ്പിച്ച് അറിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അതാണ് ആത്മാ. ഇങ്ങനെയുള്ള ഈ ആത്മാവിനെ അറിയാതിരിക്കുന്ന ഒരു നിലയിലാണ് നമ്മളെല്ലാം അജ്ഞാനത്തിൽ അകപ്പെട്ടു ഈ ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാൻ കഴിയാത്തവരായിരിക്കുന്നത്. ഇത് പറയുന്നു, ഇതിന് പതുക്കെ ആരെങ്കിലും ഈ ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നവരായിട്ട് തീരുകയാണെങ്കിൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഇതിൽ വന്നിട്ട് ഈ സാക്ഷാത്കാര ജ്ഞാനത്തെ തരുമെന്ന്. ഒരാളിൻ്റെ മാത്രം കഴിവിൽ ഇത് സംഭവിക്കില്ല. നമ്മുടെ ജന്മത്തിന് കാരണം എന്താണ്? ജന്മത്തിന് കാരണം പൂർവ്വജന്മം ചെയ്ത പാപങ്ങളാണ്, കർമ്മമാണ് കാരണം. ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ലതും ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് തിക്താനുഭവങ്ങളും സുഖാനുഭവങ്ങളുമായി നിൽക്കുന്നത്. നന്മകൾ ചെയ്തതെല്ലാം നമുക്ക് പുണ്യമായിട്ട് നിൽക്കുകയാണ്, തിന്മകൾ ചെയ്തതെല്ലാം പാപങ്ങളായിട്ട് നിൽക്കുകയാണ്. ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിൻ്റെ ഫലം ഈ ജീവൻ അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി തന്നെ വരും. കാര്യം കർമ്മത്തിൽ നിന്ന് ഒഴിയാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല. കേട്ടിട്ടുണ്ടായിരുന്നു, ബ്രഹ്മാവിന് പോലും ഈ കർമ്മത്തിൻ്റെ ഇതിൽ നിന്ന് കുരുക്കിൽ നിന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നു, ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ലഘുവായിട്ട് ജീവിക്കുക, സിമ്പിളായിട്ട് ജീവിക്കുക, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത വിധത്തിൽ ജീവിക്കുക. ഇങ്ങനെയൊക്കെ അവർ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് വരും ജന്മങ്ങളിലെങ്കിലും ഒരു സമാധാനം ഉണ്ടായി ജ്ഞാനത്തിലേക്ക് വരാൻ വേണ്ടി ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വന്നത്, ഒന്നിനാലും ഈ ആത്മാവ് വിഷയീകരിക്കില്ല. വിഷയീകരിക്കുന്ന ഒന്നിനെ അറിയണമെങ്കിൽ മറ്റൊന്നെന്നുള്ള രൂപത്തിൽ നമ്മൾ കാണുന്ന പക്ഷം ആത്മാവിനെ ഒന്നുകൊണ്ടും അറിയാൻ സാധിക്കുന്നതല്ല. പക്ഷേ എന്ന് വിചാരിച്ച ആത്മാവ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതാണ് പ്രത്യേകമായിട്ട് എല്ലാത്തിനും ആത്മാവായിട്ടിരിക്കുന്നത്. കണ്ണിലൂടെ ആ അറിവ് പ്രവഹിച്ചാണ് ഇതിനെ അറിയുന്നത്. ആ അറിവ് ആത്മാവിൻ്റെ സ്വരൂപമാണ്. മനസ്സിലൂടെയും ഈ അറിവ് തന്നെയാണ് പ്രവഹിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു ക്ലിപ്തത വന്നുപോയി. അവർ പറയില്ലേ, നമ്മൾ പറയും കടൽ ജലം ഒരു കുപ്പിക്കകത്ത് എടുത്താൽ നമ്മൾ പറയും ഇത് കടലാണെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് ജലം കുപ്പിയിലെടുത്ത് വെച്ച കടൽ ജലം അത്രയും വെച്ച് പറയാൻ പറ്റുമോ? ചിലർ പറയും ഇത് കടലിൽ തന്നെയാണെന്ന് പറയും. എന്നാലും അതിന് വ്യാപ്തി കണ്ടില്ലേ, കുറഞ്ഞുപോയി. ഈ അഗാധമായിരിക്കുന്ന ആ സമുദ്രത്തെ ഒരു ചെറിയ ഒരു കുടത്തിനകത്ത് എടുത്തതുപോലെയാണ് നമ്മളിരിക്കുന്നത്. നമ്മളെല്ലാം ജീവന്മാരെന്ന് പറയാൻ കാരണം ഈ ആത്മാവിൻ്റെ ചൈതന്യ രൂപത്തിൽ തന്നെയാണ് ആ ജീവൻ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു ഇട്ടാവട്ടത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ കടലാണെന്ന് പറയുന്നത് പോലെയാണ് നമ്മളും ആത്മാവാണെന്ന് പറയുന്നത്. പക്ഷെ കടലാണെന്ന് പറയുമ്പോഴും മഹത്തുക്കൾ പറയുന്നു വാസ്തവമാണത്, കടൽ തന്നെയാണ്. എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ആ ഉപാധിയെ മാറ്റിയാൽ മതി. ആ ഉപാധിയിലാണല്ലോ കടൽ എന്നുള്ളത് കുപ്പിയിലായി പോയത്. മനസ്സിലായില്ലേ? കടത്തിലായിപ്പോയെന്ന് പറഞ്ഞാൽ ആ കടമെന്നുള്ള ഒരു ഉപാധിയാണ് ഇതിന് പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നത്, ചുരുക്കിയിരിക്കുന്നത്. അതിനെ മാറ്റിക്കാണുന്നതിനെയാണ് തത്വമസി മഹാവാക്യം നമുക്ക് പറഞ്ഞു തന്നത്. കാരണം ആ ഉപാധികളെല്ലാം ഒന്നൊന്നായിട്ട് മാറ്റി ഇതല്ല എന്നുള്ള നീതിയിലൂടെ ഇതിനെല്ലാം മാറ്റി നിന്ന് ആ ശൂന്യത്തിൽ അങ്ങനെ നിന്ന് ആ ശൂന്യത്തെ അറിയുന്നവനാണ് ആത്മാവെന്ന് ഉള്ള ആ ജ്ഞാനം ഉപദേശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആര്? ഗുരു ഉപദേശിച്ച്, നീ ആ കാണുന്ന ശൂന്യത്തിന് സാക്ഷിയായിട്ടിരിക്കുകയാണ് നീ.
ആ ശൂന്യത്തെ കണ്ടിട്ട് ശൂന്യമാണ് നീ ആണോ സ്വാമി ഞാനെന്ന് പല ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ശൂന്യത്തെ ആര് കണ്ടു? ശൂന്യത്തെ കാണാതെ ശൂന്യമെന്ന് നീ പറയുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ശൂന്യത്തെ കാണുന്നവനായിട്ട് നീ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ആരാണെന്ന് അപ്പോഴും തിരിഞ്ഞു നോക്കണം. അത് ആത്മസ്വരൂപമാണ് എന്ന് നമുക്ക് ഉപദേശിച്ചു തരും ആര് ഗുരുക്കന്മാർ. ഇങ്ങനെ കാണുന്ന സാക്ഷി ഇല്ലാഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള ശൂന്യം എങ്ങനെ തോന്നും എന്നാണ് ചോദ്യം. അങ്ങനെ തോന്നും. കാണുന്ന സാക്ഷി ഒരുവൻ ഇല്ലാഞ്ഞാൽ ഈ തോന്നുന്ന ശൂന്യം എങ്ങനെ തോന്നും? അപ്പോൾ ഒന്നുമില്ല എന്ന് നമ്മൾ ഇരുട്ടത്തിരിക്കും പോലെയാണ് സുഷുപ്തിയിലിരിക്കുന്നത് എല്ലാവരും. ഒരു വലിയ ഒരു കൂരിരുട്ടിൽ നമ്മൾ കണ്ണു തുറന്നിരുന്നാലും നമുക്കൊന്നും കാണാനൊക്കില്ല. ആ ഒരു നിലയിൽ തന്നെയാണ് സുഷുപ്തിയിൽ കടന്നു പോകുന്നത്. അവിടെ സൂര്യപ്രകാശമില്ല, ചന്ദ്രപ്രകാശമില്ല, ശബ്ദപ്രകാശമില്ല, അതുപോലെ ശബ്ദസ്പർശ രൂപ രസം ഇതെല്ലാം ഓരോ പ്രകാശങ്ങളാണ്. തൊട്ടറിയുക, അതാണ് ഇതൊരു പ്രകാശം, സ്പർശപ്രകാശം. തൊട്ടറിയാൻ പറ്റില്ല, മണത്തറിയാൻ പറ്റില്ല. അങ്ങനെ ഈ കരണങ്ങളെല്ലാം ലയിച്ചു പോയെന്നാണ് പറയുന്നത്. എവിടെ സുഷുപ്തിയിൽ ഈ കരണങ്ങൾ ലയിച്ചു പോയി. എന്തുകൊണ്ട്? അതൊരു പ്രക്രിയയാണ്, ഈശ്വരനാൽ ഏർപ്പെടുത്തിയ ഒരു പ്രക്രിയയാണ്. ശരിക്കും ജീവൻ ഞാനും അടയട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഈശ്വരൻ ഈ പ്രക്രിയ ചെയ്തു വച്ചിരിക്കുന്നതായിട്ടാണ് നമ്മളെ ചിന്മാൻ സ്വാമിയുടെ അച്ഛനൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ജീവൻ ഒരിക്കലും ആ സ്വരൂപ നിശ്ചയത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? എപ്പോഴും ഈ വിഷയങ്ങളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയുള്ളൂ, മയങ്ങി നിൽക്കും. അതിനാണ് ജാഗ്രവും സ്വപ്നവും. ജാഗ്രവും സ്വപ്നവും എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. പക്ഷേ സുഷുപ്തി മനുഷ്യർക്ക് മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമേ സുഷുപ്തി ഉള്ളൂ. അതും എല്ലാ മനുഷ്യർക്കും സുഷുപ്തി ഇല്ല. ശരിക്കും കുട്ടികളാണ് ആ സുഷുപ്തി അനുഭവിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലെ കാപട്യങ്ങളൊന്നുമില്ല. അവർക്ക് ഒന്നിനെ പറ്റി ഒരു അറിയിസുമില്ല. അവർ കിടന്നു കഴിഞ്ഞാൽ അത് സുഷുപ്തിയിലേക്ക് പോവുകയാണ്. അപ്പം മനസ്സ് നല്ല ശുദ്ധിയുള്ളവരെല്ലാം ഈ സുഷുപ്തി അനുഭവിക്കും. അവർ നല്ല കൂർക്കം വലിക്കുന്നവരെ ശ്രദ്ധിക്കണം. അവർ മനസ്സ് തെളിഞ്ഞവരാണ്, കുറച്ച് തെളിഞ്ഞവരാണ്. രമണ ഭഗവാനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കൂർക്കം തുടങ്ങും. അദ്ദേഹത്തിന് തട്ടിയാലൊന്നും അറിയില്ല. എടുത്തുകൂടി കുളത്തിട്ടാൽ പോലും ഉണരില്ലെന്നാണ് പറയുന്നത്. അത്ര ശക്തിയായ സുഷുപ്തി ഉള്ള ആളാണ്. സുഷുപ്തിയാണത്. ഗാഠനിദ്ര. നമുക്കിപ്പോൾ ഈ നിദ്രയേ ഉള്ളൂ, ഗാഠനിദ്ര ഉണ്ടായില്ല. കാരണം അതിന് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വരില്ല. അതുപോലെ മാനസികമായി വരുന്ന ബുദ്ധിമുട്ടുള്ളവർക്കും വരില്ല. പക്ഷേ അച്ഛൻ പറയുന്നതായിട്ട് ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ മാനസികമായ ബുദ്ധിമുട്ട് ഏറ്റവും വലിയ പ്രശ്നം. ശാരീരികമായി ഒരാൾ കുഷ്ഠരോഗിയാണ്, അല്ലെങ്കിൽ ഒരു നല്ല വേദനയുള്ള ഒരാൾ, വേദന അനുഭവിക്കുന്ന ഒരാൾ പെട്ടെന്ന് സുഷിച്ച് വരാമെങ്കിൽ ഈ വേദനയെല്ലാം മാറി നല്ല സുഖമായിട്ട് അദ്ദേഹം കിടന്നു അല്ലേ? അങ്ങനെയല്ലേ? ഇനി ഈ സുഷുപ്തി ഒരു വലിയൊരു ഔഷധമാണ് അല്ലേ? നമുക്കറിയാം. സുഷുപ്തി ഔഷധം എന്ന് പറയാൻ കാരണം ഏത് രോഗത്തിനും നമുക്ക് തരുന്ന ഗുളിക ശ്രദ്ധിച്ചാൽ ആ സുഷുപ്തി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. സുഷുപ്തി വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന ആ സുഷുപ്തിയിൽ ഈ രോഗങ്ങളെല്ലാം മാറും. കാരണം എല്ലാ പ്രശ്നത്തിൻ്റെയും മൂല കാരണം മനസ്സാണ്. മനസ്സെപ്പോഴും ഈ പറയുന്ന ഈ വിഷയകാല വൃത്തിയിൽ ഇങ്ങനെ ചരിക്കുന്നത് തന്നെയാണ് മനസ്സിൻ്റെ അസുഖം. ഈ അസുഖത്തെ മാറ്റാൻ എന്താണ് മരുന്ന്? മനസ്സിനെ തന്നെ സഡേറ്റ് ചെയ്ത് കളയും. അതിന് മരുന്ന് കൊടുത്തേ അതിനെ ഉറക്കിക്കളയും. മനസ്സിനെ ഉറക്കണ പരിപാടിയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിനെ ഉറക്കാൻ നമുക്ക് സാധിച്ചാൽ അവർ പറയുന്നു എല്ലാ അസുഖങ്ങളും രോഗങ്ങളെല്ലാം മാറും. നല്ല ഉറക്കമില്ലാത്തത് തന്നെയാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം അല്ലേ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അവർ പറയുന്നത് നല്ലൊരു ഉറക്കം കിട്ടാമെങ്കിൽ പല അസുഖങ്ങളും മാറുമെന്ന്. വലിയ മാരകമായ അസുഖങ്ങളെല്ലാം ഈ ഉറങ്ങാത്തത് കൊണ്ട് സംഭവിച്ചതാണ്.
ഈ ഏറ്റവും വലിയ ഭ്രാന്ത് എന്തിനാണ് ഇത്? ഉറക്കമില്ലാത്തതുകൊണ്ടാണ്. നിരന്തരമായിട്ടൊരു ഒരു ഒരാഴ്ച ഒരാൾ ഉറങ്ങാതിരിക്കുമെങ്കിൽ ഭ്രാന്താവും. കാരണം പിച്ചും പേയും പറയും. കാരണം അവൻ്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല. ബുദ്ധി വർക്ക് ചെയ്യാത്തതിനെയാണ് നമ്മൾ പിച്ചും പേയും പറയണമെന്ന് പറയുന്നത്. അതിനെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. ഒന്നും പറഞ്ഞൂടെ, പൂർവപര ബന്ധമില്ലാതെ സംസാരിക്കും, ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ പ്രവർത്തിക്കും. ഇത് തന്നെയാണ് ഭ്രാന്തിൻ്റെ ലക്ഷണം. ഇപ്പം ഒരു വിധത്തിൽ മഹത്തുക്കൾ പറയുന്നത് നമ്മളെല്ലാം ഭ്രാന്തന്മാരെന്നാണ്. കാരണം പൂർവപര ബന്ധമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്നിനെ പറ്റി ഒരു ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യം ആർക്കുമില്ല. ഉണ്ണുക, ഉറങ്ങുക, ക്രീഡിക്കുക. അവർ പറയും മൂന്ന് കാര്യങ്ങൾ ജന്തുക്കൾ ചെയ്യുന്ന പോലെ മനുഷ്യർ ചെയ്ത് ഇങ്ങനെ ജീവിതം നയിച്ചു പോകുന്നതിനെയാണ് അവർ പറയുന്നത്. വെറും ജീവികളാണല്ല. അവർക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തയില്ല. എന്തിനാണ് വന്നതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ഈ ചെയ്യുന്നതിൽ ചില പാപപുണ്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി ഇതൊന്നും ആർക്കില്ല, സാധാരണക്കാർക്കില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് അത് ആർക്കും ഇല്ലെന്ന് തന്നെ വേദം നിഗമനം ചെയ്തിട്ട് അതിനാണ് ഈ ശാസ്ത്രങ്ങളെ രചിച്ച് ശാസ്ത്രരൂപത്തിൽ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ് വാസ്തവത്തിൽ ഈ ശാസ്ത്രമായിട്ടിരിക്കുന്നത്. ഗുരു തന്നെയാണ് ശാസ്ത്രമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. എന്താണ്? നമ്മുടെ മാനസിക അറിവുകളെ കൊണ്ട് നമുക്ക് ആത്മജ്ഞാന സിദ്ധി ലഭിക്കില്ല. അതുകൊണ്ടാണ് ഈ ശ്രുതി കാര്യങ്ങളെല്ലാം അവർ മുൻനിർത്തി ഇതിനെ നല്ലതുപോലെ വിചാരിച്ചറിയുന്ന ഒരു ആളിന് ഈ ആത്മജ്ഞാന സിദ്ധിയുണ്ട്. ആത്മജ്ഞാനം എന്തിനൊക്കെ ഉണ്ടാവേണ്ടത്? ഉള്ള അനാദിയായിട്ടുള്ള ഈ ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് മാറാൻ മുക്തി ഉണ്ടാവാം. ഇതിനാണ് ഏത് വേണ്ടത്? ഈ ശാസ്ത്ര പഠനവും അധികാരികമായി ശാസ്ത്രങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അച്ഛനെ പോലെയുള്ളവർക്കൊക്കെ അവർ മൂഢമായിട്ടുള്ള ജ്ഞാനമല്ല, വളരെ വിചാരജന്യമായി ജ്ഞാനം ഇതിൽ സംഭവിക്കണം. പതുക്കെ വരും. നമ്മളുമൊക്കെ അതിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ. ആരും ഇതിൽ അതീതപ്പെട്ട് അങ്ങേറ്റം പോയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാനുള്ള അവകാശം ആർക്കും ഇല്ല ലോകത്ത്. എന്നറിയാൻ ചേച്ചി, അവർക്ക് ഈ ഉപാധി ശരീരം ഇരിക്കുന്ന വരെയും അവർക്ക് കർമ്മങ്ങളുണ്ട്. അതിൽ പല വിഷമങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. ശ്രീരാമകൃഷ്ണദേവൻ അവസാനം ക്യാൻസറായിരുന്നു, അറിയാം. ഒരു മഹത്തുക്കളിൽ മഹാനായിരുന്ന ഒരാളായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. അദ്ദേഹത്തിന് ഈ ക്യാൻസറായിരുന്നു. ഇനിപ്പോട്ട് നമ്മുടെ സ്വാമിയില്ലേ, നമ്മുടെ ആചാര്യസ്വാമി ശങ്കരഭഗവത്പാദർ, അദ്ദേഹർക്ക് ഭഗന്തരം എന്നുള്ള രോഗം. ഭഗന്തരം എന്ന് വെച്ചാൽ രോഗം അറിയാം. ഇതിലൂടെ ഇരിക്കുന്നിടം മൂലത്തിൽ നിന്ന് ചോര വാർന്ന് പൊയ്ക്കോട്ടിരിക്കും. ഇരുന്നാലേ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിനെയാണ് ഭഗന്തരം എന്ന് പറയും. ഭയങ്കര രോഗമാണ്, മാരക രോഗമാണ്. ഇതൊക്കെ സാധാരണ രോഗമല്ല. അപ്പോൾ ശരീരം അനുഭവിക്കേണ്ട കർമ്മങ്ങളെ ശരീരം അനുഭവിക്കും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് മുജ്ജന്മം ചെയ്ത പാപങ്ങളുടെ ഫലമാണ്. ഇനി മഹത്വത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഇതെല്ലാം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി ഭയങ്കര ശക്തമായ കർമ്മപരിപാടികൾ ഈശ്വര ആസൂത്രണം ചെയ്യും. അവർക്കാണ് കൂടുതൽ ദുരിതം. മറ്റുള്ളവർക്ക് അത്ര ദുരിതമില്ല. പക്ഷെ എന്താണ് കാരണം? അവരിനി എലിയായിട്ടും പൂച്ചയായിട്ടൊക്കെ വരാൻ ഇനി കിടക്കുകയാണ്. എത്രയോ ജന്മങ്ങളിൽ ഇനി ഏതോ പ്രാണികളായിട്ടൊക്കെ ജനിച്ച് അതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കാൻ അത് ഇരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇത് ഘോരമാണ്. ഇവർ തന്നെ പറയുന്നു ഘോരമായ സംസാര ദുഃഖത്തിൽ അകപ്പെടുന്നു. ഘോരം എന്ന് പറയാൻ കാരണം നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, എന്തോന്ന് ഒരു രസമല്ലേ ജീവിതം എന്നൊക്കെ പറയുന്നു പലരും. അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഘോരമായ സംസാര ദുഃഖത്തിൽ അകപ്പെടും. ഒരുപക്ഷെ ഭഗവത്പാദരൊക്കെ ജന്മദുഃഖം, ജരാദുഃഖം, ജായാദുഃഖം, പുനഃപുര എന്നൊക്കെ എഴുതിയതിൻ്റെ പിന്നിൽ അദ്ദേഹം അനുഭവിച്ച യാതനകളുമുണ്ട്. ഈ ഭഗന്തരം എന്നൊരു രോഗം ചെറുതാക്കി തസ്മാൽ ജാഗ്രത എന്ന് ഗുരുദേവൻ എഴുതി വെച്ചു. പക്ഷേ വാസ്തവത്തിൽ ആ ശിവന്റെ അവതാരമാണ്. ശിവന്റെ ഒരു അവതാരമായിട്ടാണ് ശങ്കരഭഗവത്പാദൻ ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അത്രയ്ക്കും ഘോരമായ ഒരു നമ്മളൊക്കെ എന്തുകൊണ്ട് ഒരാശ്രമത്തെ ചുറ്റിപ്പറ്റി നമുക്ക് ജനിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ
നമ്മൾ കുറച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കുകയാണ് പൂർവ്വജന്മത്തിൽ. ആ പുണ്യകർമ്മമാണ് നമ്മളെ ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. അല്ല നമ്മുടെ ഒരു കഴിവും ഇതിലില്ല. സാധാരണക്കാരാണ് എല്ലാവരും. ഒന്നുമില്ല, ഒരു ചെറിയൊരു ഉറുമ്പ് കടിച്ചാൽ പോലും അയ്യോ എന്ന് വിളിക്കുന്ന ആളുകളാണ് എല്ലാവരും, അല്ലേ ചെയ്യും? ഒരു ധീരതയുണ്ടോ? അപ്പം അങ്ങനെ ഇരിക്കുന്ന അല്പപ്രാണികളായിരിക്കുന്ന നമുക്ക് ഇതിൻ്റെ ബലം ഗുരു വേദാന്ത ശാസ്ത്രങ്ങളാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. അതില്ലേ എപ്പോഴും ഈ മരണഭീതിയാണ് എല്ലാവർക്കും. ഈ പറഞ്ഞു ആരും മരിക്കുന്നില്ല എന്ന് ആരാണ് പ്രഖ്യാപിച്ചത്? ആദ്യം വേദമാണ്. കാരണം ഈ ആത്മാവിന് ജനന മരണങ്ങളില്ല. പക്ഷേ ഈ ആത്മാവ് എടുത്തണിഞ്ഞിരിക്കുന്ന ഈ വസ്ത്രം, അതാണ് ഈ ശരീരം, ഇത് മാറ്റം വരും, ഇതിനെ എടുത്ത് കളയേണ്ടി വരും. നമ്മുടെ സ്വാമി സമാധിയിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളിനോട് പറയാണ്, ഇടേ ഞാൻ നാളെ ഉടുപ്പൂരി കളയണം ഇങ്ങനെയാണ് പറഞ്ഞത്. ഉടുപ്പൂരി കളയണം എന്ന് പറഞ്ഞത്. പക്ഷെ അയാൾക്ക് മനസ്സിലായില്ല സ്വാമി ഉടുപ്പയിടാത്ത ആൾ ഉടുപ്പൂരി കളയണം. അതെ, സ്വാമി ഉടുപ്പയിടാറില്ല. ഒരു ബാലയിട്ട് ഇങ്ങനെ പുസ്തകം കുറി അടിച്ച് അങ്ങനെ നടക്കും. നമ്മുടെ പരമേശ്വരൻ സ്വാമിയെ പറ്റി പറയുന്നു, നീ ഒരു 1000 രൂപയായിട്ട് എനിക്ക് പോരണം. ഒരു ദിവസം പറഞ്ഞിട്ട് നീ ഒരു 1000 രൂപയും കൊണ്ടുപോകാൻ. എന്തിനെന്നറിയാം? ഒരു കുഴിയെടുക്കാനും അതിനകത്ത് വിധി പോലെ അതിൽ ഭസ്മമൊക്കെ ഇട്ട് ഇരുത്താനും ഒക്കെ ആയിട്ടാണ് പറഞ്ഞത്. ഇയാൾ ചോദിച്ചിട്ടുണ്ട്, സ്വാമി എന്തൊരു സ്വാമി ഉടുപ്പൂരി, എന്തിനു സ്വാമി ഉടുപ്പ് ഊരി കളയണം, എന്തിനു സ്വാമി എന്നൊക്കെ ചോദിച്ച് ഇയാൾ നിന്ന് ഓടാന്ന് പറഞ്ഞ് ചീത്തയും വിളിച്ച് ഓടിച്ചത് അയാളെ. ഇവരുടെ സ്വഭാവം അതാണ്. ഇവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാതെ ആയിപ്പോയല്ലോ. ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നവനാണ്. ഉടുപ്പൂരി കളയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് ശരീരം ഉപേക്ഷിക്കണമെന്ന്. ഉപേക്ഷിക്കുന്നത് ശരീരത്തെയാണ്, തന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആത്മാവായിരിക്കുന്ന തന്നെ ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് താൻ നിത്യമുക്തനായ ആത്മാവാണെന്ന് നമുക്ക് അടിക്കടി പറഞ്ഞത്. പരിശുദ്ധ മഹാരാജാവിനെ, അതെ, യോനിയുക്തനായ ഒരു ചക്രവർത്തിയായിരുന്നു പരീക്ഷിത്ത്. എല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ആർഭാദിച്ചിങ്ങനെ കഴിയുന്ന സമയത്താണ് മൃഗവിനോദത്തിൽ ഒരിക്കൽ ഏർപ്പെട്ടത്. പോയി കുറേ അതിനെതിരെയൊക്കെ കൊന്ന് ഇങ്ങനെ നിൽക്കും. ഇതിന് തിരിച്ചു വരാൻ നേരത്തെ ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് സമീക മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കയറിയത്. അപ്പം രാജാവെന്നുള്ള ഉദ്ദണ്ഡത്വം ഗർവും ഒക്കെ ആരിലുണ്ട്? പരീക്ഷിതനുണ്ട്. സാധാരണക്കാരനല്ലേ. അപ്പോൾ കൊണ്ട് കയറി അപ്പോൾ കാണാൻ ഒരാൾ അവിടെ ഇരിക്കുന്നു. തന്നെ കണ്ടിട്ട് ഒന്നും ആദരിച്ചില്ല. രാജാവായി തന്നെ കണ്ട് എണീറ്റിരിക്കണം. ആരായാലും എണീറ്റിരിക്കണമെന്നാണ്. രാജാവിനെ വണങ്ങണം. മഹർഷിമാരും വണങ്ങുമെന്നാണ് പറയുന്നത്, രാജാക്കന്മാർ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ കാണാതെ വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നതാണ്. അപ്പോഴാണ് ആ ചെത്തപ്പാമ്പിനെയൊക്കെ എടുത്തിട്ട് ആ സീനൊക്കെ അവിടെ ഉണ്ടാക്കിയത്. സമീക മഹർഷിയുടെ വളർത്തുമകനോ മറ്റോ വന്നത് കണ്ട് ശാപം കൊടുത്തു. നീ ഇന്നേക്ക് 7-ാം നാൾ മരിച്ചു പോകും, സർപ്പധ്വംസനത്തിൽ മരിച്ചു പോകും. പക്ഷെ അതോടുകൂടി മരണഭീതി ആർക്ക് വന്നെന്നറിയാം? പരീക്ഷത്തിന് വന്നു. മരണഭീതി വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. ആളുകൾക്ക് അവരുടെ ലോകം ഒരു വല്ലാത്ത ലോകമാണ്. ഇപ്പോഴും ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ദുസ്വപ്നങ്ങളൊക്കെ കാരണം മരിച്ചു പോകും, ഞാൻ മരിച്ചു പോകുമെന്നുള്ളത് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലെന്നാണ്. അതിനാണ് വേദം അവരെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, നീ അല്ലടാ മരിക്കണത് ഈ ശരീരമാണ്. ഈ ശരീരം ഇതിൽ നിന്ന് പോണതാണ്. നിനക്കൊന്നും സംഭവിക്കുന്നില്ല. നീ എങ്ങനെയെന്ന് ചോദിച്ചാൽ സുഷുപ്തിയിൽ നീ ദിവസം പോയി വരാറില്ലേ? എന്ത് സുഷുപ്തി പോയി വരുന്നതിൽ സുഷുപ്തി വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. അവിടെ ചെന്ന് ഇരുന്ന് ഒരു നിഷ്പ്രപഞ്ചമായി കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഉണർന്നു വരുന്ന കർമ്മം ഉള്ളതുകൊണ്ട് ഉണർന്നു വരികയാണ്. അല്ലെങ്കിൽ സുഷുപ്തി എന്ന് പറയുന്നത് ഒരു മരണം തന്നെയാണ്. ഓരോ സുഷുപ്തിയും ഓരോ മരണങ്ങളാണ്. അത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത്, ഈ സുഷുപ്തി എൻ്റെ മരണമാവല്ലേ ഭഗവാനെ, എനിക്ക് നാളെ അന്നവും അപ്പവും ഇതെല്ലാം കഴിക്കാനായിട്ട് എനിക്ക് കൊതിയുണ്ട് ഇനിയും. അപ്പോൾ അതുകൊണ്ടാണ് ചിരിച്ച് തമാശ പറയല്ല, അവരുടെ പ്രാർത്ഥന ഇതാണ്. കിടക്കാൻ നേരത്ത് പള്ളിക്കാർ ഈ ക്രിസ്ത്യൻസ് പോയി
അവർ ആ ദേവൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതാണ്, നീ എനിക്ക് സുഷിദ്ധി തരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ മരണം, ഒരു മരണം വരെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്നെ കൈപിടിച്ച് ഉണർത്തണം, എനിക്ക് എന്നെ അങ്ങനെ അവർ വിചാരിക്കുന്നത് ചത്തുപോകുന്ന അവൾ പേടിയാണ്. അങ്ങനെയാണ് ആ ദേവൻ്റെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അന്നേക്കുള്ള അപ്പോൾ ഇന്നത്തെ മുഴുവൻ നീ തന്നു, നാളെ ഇതുപോലെ നീ തരണം എന്നാണ് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നത്. ക്രിസ്ത്യൻസ് ഇവിടെ ഹിന്ദുക്കൾക്കാണ് ഒരു ഇല്ലാത്തത്. അവർക്കിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു പേടിയിലും ഈശ്വരൻ്റെ പേടിയിൽ ആരെയും പേടി അങ്ങനെ ആയിപ്പോയി ആൾക്കാർ നമ്മളാണ്. പക്ഷെ മറ്റു ജാതിക്കാരുണ്ടല്ലോ ഇത്രത്തോളം പങ്ക്ച്വലാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ബൈബിളും എടുത്ത് കൊണ്ട് ഇങ്ങനെ പഠിക്കാനായിട്ട് വരും. രാവിലെ വരും, കൃത്യ ടൈമാണ് അവർക്ക്. അതുപോലെ മുസ്ലിങ്ങൾ ഈ പറഞ്ഞ 5 നേരം നിസ്കരിക്കില്ലേ? എത്ര വരട്ട ആളെന്ന് പറഞ്ഞാലും ഇറച്ചി വെട്ടുകാരനെന്ന് പറഞ്ഞാലും 5 നേരത്തെ നിസ്കാരമൊന്നും അവർക്കൊരു മാറ്റിവെക്കാൻ അവർക്ക് പറ്റില്ല. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നീ കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ അവിടെ ആ കക്കൂസിൻ്റെ ആ ഭാഗത്ത് ഒരു ബഹളമാണ് ഒരു സമയത്ത്, ഒരു സന്ധ്യ സമയം, ഏതോ ഒരു സമയങ്ങളിൽ. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു തോർത്തിങ്ങനെ വിരിച്ചിട്ടേക്കും. അതിനകത്ത് ഓരോരുത്തരിരുന്ന് ഇങ്ങനെ ഇതെടുക്കുകയാണ്, നമസ്കാരം ചെയ്യണം. അങ്ങനെ പങ്കുകളെന്ന് പറയാം. ഈവൻ യാത്ര ചെയ്യുമ്പോൾ പോലും അവരതിനെ മാറ്റുന്നില്ല. ഇവരൊക്കെയാണ് അതിൽ ബെസ്റ്റ്. പക്ഷേ അവർ കർമ്മകാണ്ഡികളാണ്. നമ്മൾ ജ്ഞാനകാണ്ഡത്തിലോ ഹിന്ദുമതം എന്ന് പറയുന്നത് അതിൻ്റെ നല്ല ഹൈ ലെവലിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റും? ഇതിൽ വരുന്ന പ്രാകൃതന്മാർക്ക് ഇത് പ്രയോജനമേ ഇല്ല. ഒരു പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് കമ്മ്യൂണിസം എന്താണെന്ന് ചെയ്തെന്നറിയാമോ? ദൈവമില്ല, ഈശ്വരനില്ല. വാസ്തവം തന്നെ ഈശ്വരനില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? നീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു പക്ഷേ ഒരിക്കൽ രമണ ഭഗവാൻ ചോദിച്ചു, ഈശ്വരനല്ല നീ പറഞ്ഞു, നീ ഉണ്ടോ? ഞാനുണ്ട്. അപ്പം നീ ഉണ്ടല്ലോ, അതിൽ മാറ്റമില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഇവരെയൊക്കെ അടിച്ചൊടിച്ചിരിക്കുന്നത്. നീ തന്നെയാണ് ആ ഈശ്വരൻ. അപ്പം അതിൻ്റെ രൂപത്തിൽ, അതിൻ്റെ ശരിയായ രൂപത്തിൽ അറിയണമെങ്കിൽ ഈ ജ്ഞാനം ഇതിൽ സംഭവിക്കണം. ആത്മജ്ഞാന ശുദ്ധി ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഈ ജ്ഞാനോപദേശം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. ഇതിനൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെ അന്യമായ ഒരു ദൈവം ഇല്ല തന്നെ. അതാണ് കമ്മ്യൂണിസം. പക്ഷേ അന്യമായൊരു ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും നീ ഉണ്ടല്ലോ എന്ന് ഗുരുദേവൻ. അങ്ങനെയുള്ള നിനക്കറിയാമോ? നിന്നെ അറിയാമോ? അങ്ങനെയാണ് നീ ആരെന്ന് പറയാം. എന്നിട്ട് ചോദിച്ചു, ഈ ശരീരമാണോ നീ കാണപ്പെടുന്ന ഈ ശരീരമാണോ നീ? ഈ ബുദ്ധിയാണോ, മനസ്സാണോ, ഈ കണ്ണാണോ, ഈ മൂക്കാണോ, ഏതാണ് നീ? ഇതിലേതാണ് തൊട്ട് കാണിക്കാൻ പറയുന്നത് നീ? അപ്പോഴാണ് അന്തം വിട്ട് ഇങ്ങനെ കുറേ നേരം പതറിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നിന്നെ അറിഞ്ഞൂടാ. ഇങ്ങനെ ഇരിക്കുന്ന നിലയാണ് അജ്ഞാനം. അതിനെ മാറ്റം വരുത്തുന്ന എന്ത് ചെയ്ത് ജ്ഞാനോപദേശം ചെയ്യണം. നീ ഈ ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ആത്മാവാണ്. അതിനെ നിനക്ക് ബോധിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾ വേണം. ഈ അനുഷ്ഠാനത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ശ്രവണം, ഒരു പാർട്ട്. പിന്നെ അതുമാത്രമല്ലല്ലോ, പിന്നെ നമ്മൾ ദൈനംദിനം നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാമാണ് നമുക്ക് ഈ മുക്തിക്ക് തടസ്സം, ഇതെല്ലാം നല്ല വ്യക്തമായി ശാസ്ത്രങ്ങൾ മുഖേന ഗ്രഹിക്കണം. എന്നിട്ട് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ച് ആർക്കെങ്കിലും പോകാൻ സാധിച്ചാൽ അവർക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ പറഞ്ഞ ആത്മജ്ഞാന സിദ്ധി ഉണ്ടാവും. അവരുടെ ഈ അനാദിയായിട്ടുള്ള ദുഃഖവും തീരും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ തുടർന്ന് വായിക്കുകയാണെങ്കിൽ, ജഡമായതിനാൽ കാണുന്ന സാക്ഷിയില്ലാതെ താൻ തന്നെ തോന്നുകയില്ലല്ലോ. ജഡങ്ങളായ ഘടാദികളും കാണുന്ന സാക്ഷിയില്ലാതെ സ്വതമേ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാത്തതിനാൽ ഒന്നുമില്ല എന്ന് തോന്നുന്ന ശൂന്യവും തോന്നുകയില്ല. പിന്നെ എങ്ങനെ തോന്നുന്നുവെന്നാൽ അതിനും അതീതമായിരിക്കുന്ന സാക്ഷി അപ്രകാരം തോന്നിക്കുന്നത് കൊണ്ട് തോന്നുന്നതാണെന്ന് അറിയേണ്ടതാണ്. കാരണം ഇതെല്ലാത്തിനും അതീതമായിരിക്കുന്ന സാക്ഷി, അതാണ് പ്രകാശം. നമ്മളെ സംബന്ധിച്ച് ഇവിടെ സൂര്യൻ്റെ പ്രകാശമാണല്ലോ ഈ ലോകവസ്തുക്കളെല്ലാം.
കണ്ണിന് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഈ സൂര്യനടക്കം എല്ലാത്തിനെയും ഈ ആത്മാവ് പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സത്യം. സൂര്യന് പോലും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യന് സാധിച്ചു ഇല്ലല്ലോ. ഈ പറയുന്ന ജഡവസ്തുക്കളെല്ലാം സൂര്യൻ വിളക്കിയിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ സൂര്യനെ കൂടെ ആത്മാവ് വിളക്കിയിരിക്കുന്നു. കാരണം സൂര്യനെ അറിയുന്നത് ആരാണ്? ഈ ഞാനാണ്. ഞാൻ ആരാണ്? ആത്മസ്വരൂപമായിരിക്കുന്നു. അതിൻ്റെ സാമാന്യ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അജ്ഞാനികളായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശേഷമായി അറിഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനം ഇതിൽ വന്നിട്ട് എല്ലാ അനർത്ഥങ്ങളും നീങ്ങി മുക്തനാകും എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നത്. അത് എന്തുപോലെ എന്നാൽ സ്വതേ പ്രകാശമില്ലാതെ അപ്രകാശമായ മേഘം മുതലായവകളെ, ഭൂമിയിലിരിക്കുന്ന കടാദികൾ, ഇവകളെ എല്ലാം തനിയെ തോന്നാതെ ബഹുയോജന ദൂരത്തിലിരിക്കുന്ന സ്വപ്രകാശനായി വിളങ്ങുന്ന സൂര്യൻ പ്രകാശിപ്പിക്കപ്പെട്ടും കൊണ്ട് സൂക്ഷ്മമായി എങ്ങനെ തോന്നുന്നുവോ അതുപോലെ ബുദ്ധി കൽപ്പിതമായ ബുദ്ധിക്ക് പുറമേ ഇരിക്കുന്ന ശൂന്യം മുതലായവ സകല ദൃശ്യ സമൂഹങ്ങളെയും സ്വതേ ജഡമായി തന്നെ തോന്നാത്തതിനാൽ ഇതുകൾക്ക് അതീതമായി സുപ്രകാശമായിരിക്കുന്ന ചിത്താൽ തോന്നിപ്പിക്കപ്പെട്ടും കൊണ്ട് തോന്നുന്നു. ആയതിനാൽ ശൂന്യത്തിനും അതീതമായി ശൂന്യവിലക്ഷണനായി ശൂന്യത്തെ അറിയുന്നവനായിരിക്കുന്ന സാക്ഷിയെ എല്ലാറ്റിനെയും അറിയുന്നവനായി ഒന്നിനാലും അറിയപ്പെടാത്തവനായിരിക്കുന്നു ആത്മാവായിട്ട് അറിയാമല്ലോ. ഇതൊക്കെയാണ്. ആകയാൽ നീയും സൂക്ഷ്മബുദ്ധി കൊണ്ട് ആത്മാവിനെ അറിയുക. സൂക്ഷ്മബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഞാൻ വേണമെങ്കിൽ അത് നമുക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഈ വിഷയങ്ങൾ ഇരിക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് സൂക്ഷ്മബുദ്ധിയാണ്. ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ മനസ്സിൽ കന്മഷം ഇരിക്കുന്നിടത്തോളം നമുക്ക് സൂക്ഷ്മബുദ്ധി വരില്ല. ഏകാഗ്രമായിട്ട് അതിനെ നോക്കണമെങ്കിൽ മനസ്സ് ആദ്യം എന്ത് ചെയ്യണം? വിഷയങ്ങളെല്ലാം വിടണം, അതിലോട്ട് മാത്രമേ കേന്ദ്രീകരിക്കണം. അപ്പോൾ പടർന്ന് കിടക്കുന്ന മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മബുദ്ധിയെ കെടുത്തി നിൽക്കുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷ്മം. അതാ സൂക്ഷ്മത്തിലിരുന്ന് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനാണ്. ബുദ്ധി സൂക്ഷ്മപ്പെടണം. പതുക്കെ ബുദ്ധി സൂക്ഷ്മപ്പെടും. ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒച്ചഴയും പോലെയാണ് ബുദ്ധി സഞ്ചരിക്കണം. പതുക്കെ നമ്മൾ അറിയ പോലുമില്ല. ബുദ്ധി ഇങ്ങനെ പതുക്കെയാണ് നീങ്ങുകയാണ്. മനസ്സങ്ങനെയല്ല, കുരങ്ങിനെ പോലെയാണ്. പടപടാന്ന് ചാടി അവിടെ ഇവിടെയൊക്കെ കരകളാണ്. അപ്പോൾ ബുദ്ധി പ്രവർത്തിക്കുന്നത് വളരെ സ്ലോ ആണ്. അതുകൊണ്ടാണ് ബുദ്ധിക്ക് പെട്ടെന്ന് കയറി വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കാൻ തന്നെ പറഞ്ഞത്. ഈ ബുദ്ധി ഇങ്ങനെ സ്റ്റഡി ആവാനാണ്. സ്റ്റഡിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് ഈ ബുദ്ധി ഇതിനെ പ്രകാശിപ്പിക്കും. സൂക്ഷ്മബുദ്ധി എന്ന് പറയും. ഇതാണ് ഇവിടെ സ്വാമി എഴുതിയിരിക്കുന്നത്. ആകയാൽ നീയും സൂക്ഷ്മബുദ്ധി കൊണ്ട് ആത്മാവിനെ അറിയുക. സൂക്ഷ്മബുദ്ധിക്ക് 2-3 അർത്ഥത്തിൽ ഒരർത്ഥം ഇപ്പം പറഞ്ഞു. രണ്ടാമതൊരർത്ഥം മനസ്സ് നിർവിഷയമായിട്ട് വരിക എന്നുള്ളതാണ്. ഒരുപാട് ജോലികളുണ്ട്. മോനെ കല്യാണം കഴിച്ച് അയച്ചില്ല, അതൊരു ബുദ്ധിമുട്ട്. വീട് പെയിൻറ് ചെയ്തില്ല, മറ്റേ പണം എടുത്ത് അവിടെ നിന്ന് ഇപ്പുറം ഇട്ടില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് തോട്ട്സ് നമുക്കുണ്ടല്ലോ. ഇതാണ് മനസ്സിനെയാണ് ഈ പറയുന്ന ചിന്തകൾ, സങ്കല്പങ്ങളെന്ന് പറഞ്ഞാൽ ഈ മനസ്സിനെയാണ്. ഇതെല്ലാം എന്ത് ചെയ്യാവൂ? താൽക്കാലികമായിട്ട് ഇറക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇതിനെ എടുത്ത് കളയാനൊന്നും ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഇരിക്കട്ടെ, ഇതെല്ലാം ആ ഈശ്വരൻ നോക്കിക്കൊള്ളുമെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം ഈശ്വരനാണ് നോക്കണത് എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മർക്കടമുഷ്ടി അല്പം ഒന്ന് അയക്കാനാണ്. ഇത്ര വേറെ ഒന്നുമില്ല, ഒരു സൂത്രമാണത്. എല്ലാം ഈശ്വരനാണ് നോക്കുന്നത്. സർവ്വം ഇത് പറയും ഈശാവാസ്യം ഇതം സർവം. ഇതൊക്കെ ശ്രുതി നമുക്ക് പറഞ്ഞു തന്നത് മനസ്സിൻ്റെ ഈ മർക്കടമുഷ്ടിയെ ഒന്ന് ലഘൂകരിക്കാനാണ്. അങ്ങനെ ലഘൂകരിച്ചില്ലെങ്കിൽ എങ്ങനെ സൂക്ഷ്മബുദ്ധി ഇതിലുണ്ടാവും? അങ്ങനെ സൂക്ഷ്മബുദ്ധി വന്നില്ലെങ്കിൽ എങ്ങനെ ആത്മാവിനെ അറിയാൻ പറ്റും? അറിയാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് സാധാരണക്കാരെ സംബന്ധിച്ച് എന്തു പറയുന്നു, ഈ ആത്മാവില്ല, അങ്ങനെ ഒന്നില്ല അവർക്ക്. അങ്ങനെ ഉണ്ടെങ്കിലും അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു പോകുന്ന രൂപത്തിലാണ് എല്ലാവരും. അവർ പറയുക വേറെ ജോലി വെക്കളെ എന്ന് പറയും. പോയി
ജോലി നോക്കാം, ഇതിലൊന്നും കഥയൊന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ വിഷയചിന്ത കൊണ്ട് ബുദ്ധി അല്പം പോലും ഒന്ന് സൂക്ഷ്മപ്പെടാനായിട്ട് അവസരങ്ങളില്ല. ഈ അവസരം വന്നാലോ മാറി ആരാണ് മറുപടി? അത്രയും ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ പിടിച്ച് വലിക്കുന്ന ഒരു കാന്തം പോലെയാണിത്. ഏത്? ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ജീവനെ അതിൽ ആകർഷിച്ചു കളയുന്നതാണ് പറയുന്നത്. ഗുരുദേവൻ പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് എല്ലാം ഒന്നായി വിഴുങ്ങിടും ദേവനുമുണ്ട് കണ്ട ആടുപാമ്പെ. ആടുപാമ്പെ എന്നൊക്കെ പറഞ്ഞ് പാടിയിരിക്കുന്നത് ഇതിനെയാണ്. അതായത് വേറൊന്നുമല്ല, ഇതിനെ എല്ലാത്തിനെയും ഹഠാൽ ആകർഷിക്കുന്ന ഒരു കഴിവ് ആർക്കുണ്ട്? ഈ ആത്മാവിനുണ്ട്. പക്ഷേ ആരോ പറയും ഭയങ്കര മരുഭൂമി നടന്നു വരുമ്പോൾ അവിടെ ഒരു വൃക്ഷം കണ്ട, ആ വൃക്ഷത്തിനെ ആശ്രയിച്ചാലേ പറ്റും. അല്ലേ? തണുപ്പ് അനുഭവിക്കണമില്ലേ? വൃക്ഷത്തിനെ ആശ്രയിക്കണം. അതുപോലെ ഗുരുവേദാന്ത ശാസ്ത്രങ്ങളെന്ന് പറയുന്നത് മരുഭൂമിയിൽ ഭയങ്കരമായ ഘോരമായിരിക്കുന്ന താപത്തിന് ഒരു അല്പശമനം ഉണ്ടാക്കുന്ന തണൽ വൃക്ഷങ്ങളാണ്. ഈ തണൽ വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നവരെയാണ് വിവേകികൾ എന്ന് പേര് വിളിച്ചിരിക്കുന്നത്. വിവേകികളാണ്, അവർ വിവേകികളാണ്. ഈ വിവേകികൾക്കാണ് ഇത് അറിയാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്നവർക്കാണ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് വിളങ്ങുകയും ചെയ്യും. ഇതാണ് ഗുരുവേദാന്ത ശാസ്ത്രങ്ങളെന്ന് പറയുന്നത് തണൽ വൃക്ഷങ്ങളെന്നാണ്. ഈ തണൽ വൃക്ഷങ്ങൾ ആർക്കാണ് ഗീത ഉപയോഗം? ഈ കൊടും ചൂട് സഹിക്കാനൊക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു അല്പം ഒരു ശാന്തി, ഒരു സുഖം, ഒരു ഇതിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടുമെന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്നവർക്കാണ് ഒരു ദൂരെ ഒരു തണൽ, ഒരു വൃക്ഷം നിൽക്കുന്നു, ഒരു ഓടി അതിൻ്റെ മുട്ടിലോട്ട് ചെല്ലും. അങ്ങനെ ഇനി ചിലർ പോയിട്ട് വേറെ ജോലിയില്ലെന്ന് അവർ നടന്നു പോയിച്ചാവും. ഇതിനെ ആശ്രയിക്കാതെ തന്നെ അവർ മരുഭൂമിയിലേക്ക് നടന്ന് അവർ ആ താപത്തിൽ മരണപ്പെടും. ഇങ്ങനെയാണ് ഉള്ളത്. മുൻപറഞ്ഞ പ്രകാരം ആത്മതത്വം ആത്മസ്വരൂപത്തെ കരതലാമലകം പോലെ കാണിക്കുന്ന ഗുരുവാക്യത്താൽ പ്രത്യക്ഷമായി കണ്ട് അനുഭവിച്ചതായി സന്തോഷത്തെ ശിഷ്യൻ പറയുന്ന പ്രകാരമാണിത്. നമ്മളിത് ഒരുപാട് വായിച്ചു വന്ന ഒരു പാഠഭാഗമാണ്. കാരണം ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ആ ശിഷ്യന് ഈ ആത്മാനുഭവ സ്ഥിതി ഉണ്ടായതാണ്. അദ്ദേഹത്തിന് ഭരതരാമനകം പോലെ ഉള്ളംകൈ നെല്ലിക്ക പോലെ ഈ അനുഭവം അദ്ദേഹത്തിന് കാണാൻ കഴിയും. ഓ ഗുരു, ആത്മസ്വരൂപത്തെ പ്രത്യക്ഷമായി ഞാൻ അറിഞ്ഞു അത് പറയും. ആ ശിഷ്യൻ പറയും, നല്ലവണ്ണം കണ്ടു. ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു എന്നാൽ ശൂന്യം മുതലായ സകല ദൃശ്യങ്ങൾക്കും സാക്ഷിയായി സർവത്തെയും അറിയുന്ന ചിദ്രൂപനായി, അത്ര ഗംഭീരനായി, അത്ര എന്നീ പ്രകാരം എന്നറിയപ്പെടാത്തവനായി, അഗാധമായ മനോബുദ്ധ്യാദി ഇന്ദ്രിയങ്ങൾക്കും അതീതമായി, അസംഗനായി, ഒന്നിലും പറ്റാതെ നിരാകാരമായി, സ്ഥൂലവും സൂക്ഷ്മവും അണുവും മഹത്വം വെളുപ്പ് കറുപ്പ് മുതലായ വർണ്ണവും ഇരുട്ട് വെളിച്ചം മുതലായവും അല്ലാതെ ആകാശത്തെക്കാളും അത്യന്തം കേവലമായും ശുദ്ധനായും ഇരിക്കുന്ന ആത്മാ, ഈ ആത്മാവിങ്കൽ ഒരു വികാരലേശവുമില്ല. ബുദ്ധിക്ക് പുറമേ ബഹുദൂരത്തിൽ വികാരികളായിരിക്കുന്ന സകല ഭാവാഭാവങ്ങളും ചിത്പ്രകാശം കൊണ്ട് തോന്നുന്നതല്ലാതെ ആത്മാവിങ്കൽ സ്ഥൂലോകം ക്രൂരോഗം എന്ന സ്ഥൂലാദി വികാരങ്ങൾ തോന്നുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു എങ്കിൽ പറയാം. അവ ആവരണ ശക്തി ആത്മസ്വരൂപത്തെ അറിയാൻ അയക്കാതെ മറയ്ക്കുന്നത് കൊണ്ട് ആത്മാവിനെ കാണാതെ കോശങ്ങളെ തന്നെ ആത്മാവായിട്ട് കണ്ടുവരുന്നതിനാൽ സ്ഥൂലാദി വികാരങ്ങൾ ആത്മാവിൽ തോന്നുന്നത് അവിവേകത്താലാകുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ഇത് കേവലം വിവേകം കൊണ്ട് മാത്രമേ ഇതിനെ സംപ്രാപിക്കാൻ സാധിക്കൂ. വിവേകം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ലെസണാണ്. വിവേകം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന്, ഞാൻ എവിടുന്ന് വരുന്നു, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, എങ്ങനെയാണ് ഇതിൽ ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, ഇതിനെന്താണ് ഒരു ശാശ്വതമായ പരിഹാരം, ഇതൊക്കെ ചിന്തിക്കുന്നതാണ് വിവേകം. അങ്ങനെ ഒരു വിവേകശാലിയായ ഒരു പുരുഷന് അവന് പുണ്യമുണ്ടെങ്കിൽ അവന് സദ്ഗുരു ലാഭം ഉണ്ടാവും. ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് പോലും അധികാരി. ഇങ്ങനെ നടക്കുന്ന അധികാരിക്കാണ് രണ്ടാമത് സദ്ഗുരു ലാഭം.
ആ സദ്ഗുരുവിന് ലാഭം വന്നാൽ തന്നെയും അത് ഒതുങ്ങി നിന്ന് ആ സദ്ഗുരുവിനെ ആശ്രയിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് എല്ലാവർക്കും തോന്നില്ല. കുറച്ച് കഴിഞ്ഞ് തന്നെ വിട്ടുപോകുന്നവരില്ലേ? അങ്ങനെയല്ല, ഗുരുവിനെ ആ മുക്തി പര്യന്തം ആശ്രയിക്കണമെന്നാണ്. അത് അവിടെ തന്നെ കഴിയണം. നമ്മളും അങ്ങനെയാണ്, ആശ്രമത്തിൽ തന്നെ നമ്മൾ കഴിയണം. നമുക്ക് ഗുരു ആ ആശ്രമം തന്നെയാണ്. അവിടെ നമുക്ക് കാണുന്നില്ലെങ്കിലും അവിടെ 3 ഗുരുക്കന്മാർ സജീവമാണ്. അവിടെ മാധവാനന്ദ ഗുരുദേവനും നമ്മുടെ പരമേശ്വരാനന്ദ സ്വാമികളും ചിന്മയാനന്ദ സ്വാമിയും എല്ലാം അവിടെ സജീവമാണ്. നമ്മൾ ഓർമ്മിക്കണം, ഇവരെല്ലാം അവിടെ സാക്ഷ്യരൂപമായിട്ട് നമ്മളെല്ലാം വീക്ഷിക്കേണ്ടിരിക്കുകയാണ്. സൂക്ഷ്മത്തിലാണ്. ആർക്ക് കാണാൻ പറ്റും? സൂക്ഷ്മ ബുദ്ധിയുള്ളവന് കാണാൻ പറ്റും. മനസ്സ് നിർമ്മലമായ, അതിന് വേറെ രൂപത്തിൽ പറയുന്നതാണ്, മനസ്സ് നിർമ്മലമായവർക്ക് കാണാൻ പറ്റും. മനസ്സിൽ കാപട്യങ്ങളില്ലാത്തവർക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വഴി. പക്ഷേ പറഞ്ഞത് എന്താണ്? സൂക്ഷ്മബുദ്ധി കുറവാണ് ഇതിന് കാരണം. ആ സൂക്ഷ്മബുദ്ധി നഷ്ടപ്പെട്ടു പോയതാണ്. ആ സൂക്ഷ്മബുദ്ധി തന്നെയാണ് വിചാരം. മനസ്സിൻ്റെ സങ്കല്പത്തെ അല്ല വിചാരം എന്ന് പറയുന്നത്. വിചാരം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ നേച്ചറാണ്. അത് എല്ലാവർക്കും ഇല്ല. ആ വിചാരം അറ്റതിനാലേ, ഇതെന്താണ് ഈ മായ ഏൻ വന്നതിനാൽ വിചാരം അറ്റതിനാലേ, ഈ വിചാരം ഇല്ലാതെ പോയതാണ് മായ ഇതിൽ പ്രവേശിക്കാൻ കാരണം. മായ എന്ന് വെച്ചാൽ ഈ തോന്നലുകൾ, ഇത് സത്യമെന്ന് തോന്നി ഭ്രമിക്കാൻ കാരണം ഈ വിചാരമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ ആ വിചാരത്തിന്, അതിന് തന്നെയാണ് ദേവി എന്ന് പറയുന്നത്. വിചാരൂപിണി ദേവി എന്നൊക്കെ പറയുന്നില്ല. പരാശക്തി അമ്മ എന്ന് പറഞ്ഞാൽ വിചാരത്തിനെയാണ്. എല്ലാം ഒരു കൺസെപ്റ്റിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം എന്ത് പറയുന്നു? നമ്മുടെ ഓരോരോ അവസ്ഥകളാണ് ഇതെല്ലാം. നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി, അകപ്പെട്ടു പോയി. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരണ്ടേ? അങ്ങനെ ചിന്തിക്കാനും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശരീര പുണ്യത്തെ എന്ത് ചെയ്യണം? ഒരു പറയുന്നു, ഗുരുവിക്കൽ സമർപ്പിക്കണം. നമ്മുടെ പുണ്യത്തെ ഗുരു സമർപ്പണം ചെയ്യണം. നമ്മുടെ പുണ്യമായിട്ടിരിക്കുന്നതാണ് ചേച്ചി നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്. പുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ആയുസ്, ആരോഗ്യം. നമ്മളെ ഇരിക്കുന്ന സമ്പത്ത് പുണ്യമാണ്. ഇതെല്ലാം എന്ത് ചെയ്യണം? ആർക്കാണോ ഗുരുസമർപ്പണം ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് ഈ ജ്ഞാനം ഉണ്ടാവും. മഹാബലി ഒരു ഉത്തമ ഭക്തനായിരുന്നു. അദ്ദേഹം ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇങ്ങനെ കഴിയുന്ന ഒരു കാലം. മഹാബലി രാജ്യത്തെ പേരെന്തിനായിരുന്നു അറിയാമോ? എനിക്ക് മറന്നുപോയി. അദ്ദേഹം സാധാരണ ഒരു നാമധേയമായിരുന്നു, പേര് മറന്നുപോയി. അപ്പോഴാണ് ഈ ദേവേന്ദ്രന് ഭയങ്കര അസൂയാണ് എല്ലാവരോടും. അത് നോക്കിയപ്പോൾ കാണാം, ഈ വ്രതം 100 ആ ഒരു ഹോമോ യജ്ഞമോ കംപ്ലീറ്റ് ചെയ്താൽ ആ ആൾക്ക് ദേവേന്ദ്ര പട്ടമാണ് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രന് തൻ്റെ സ്ഥാനം പോകുന്നുള്ള ഭയം ഉണ്ടായി. അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു. ഒരാൾ ഭൂമിയിൽ വലിയ ശല്യമായിരിക്കട്ടെ, എനിക്കാണ് ഉറക്കമില്ല അതൊക്കെ പറഞ്ഞപ്പോൾ അതാരാണ്, അത് ഏത് വിദ്വാനെന്ന് അറിയാൻ വേണ്ടിയാണ് വിഷ്ണു അവിടെ വന്നത്. വിഷ്ണു വരുന്നതിന് മുമ്പ് വിഷ്ണുവിന് അത്ര അറിഞ്ഞൂടായിരുന്നു. അന്ന് നോക്കിയപ്പോൾ എന്താണ്, ഒരു ഉത്തമ ഭക്തൻ, അതായത് ഒരു വിളഞ്ഞ ഒരു മാമ്പഴം പോലെ വിളഞ്ഞ ഖനിയാണ്. അപ്പോൾ അദ്ദേഹം നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഒരു ജ്ഞാനിക്കറിയാം ചേച്ചി ഒരാളുടെ കുഴപ്പം, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയിപ്പോയത്. ഉടനെ തന്നെ ഇയാൾക്ക് ഈ ധനത്തോടും ഈ പിന്നെ സ്ഥാനമാനങ്ങളോടും ഒക്കെയുള്ള കൊതി തീർന്നിട്ടില്ല. അതിനെ പിടിച്ചു വാങ്ങിച്ചാലേ പറ്റും. അത് കരുതിക്കൊണ്ടാണ് 3 അടി മണ്ണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഈ സർവ്വ ലോകത്തിൻ്റെ അധിപനായിരിക്കുന്ന വിഷ്ണുവിന് ഇനി ഒരു 3 അടി മണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഇത് ആലോചിക്കണം. നമ്മൾ ഒരു ഈശ്വരൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ആ ഈശ്വരന് 3 അടി മണ്ണ് മഹാബലിയുടെ വേണം. അയാളെ ജ്ഞാനസ്ഥനാക്കണമെന്നുള്ള വിഷ്ണു ഭഗവാന്റെ തീരുമാനം അതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇയാൾ സ്വയമായിട്ട് 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ ഇയാൾ അപ്പോഴും തന്നെ പറയണമായിരുന്നു, എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ,
എനിക്ക് വളരെ ക്ലേശകരമായി അനുഭവപ്പെടുന്നു. ഞാൻ ഇതെല്ലാം അങ്ങേക്ക് തരാം, എനിക്ക് മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ അയാളുടെ പേര് ഞാൻ എപ്പോഴും പറയില്ലേ, അത് ചോദിക്കുമ്പോൾ ഇന്ദ്രസേന മഹാബലിയുടെ പേരാണ്, പൂർവ്വനാമം ഇന്ദ്രസേനൻ്റെ അടുത്ത് വിഷ്ണു പറഞ്ഞു എനിക്ക് ഒരു 3 അടി മണ്ണ് വേണം. അപ്പം ചോദ്യത്തിൽ വിഷ്ണു വളരെ ഇന്ദ്രസേന എന്ത് പറഞ്ഞെന്നറിയാം മറുപടി? 3 അടിയാക്കണേ എന്തിന്? 3 അടി കൊണ്ട് എന്ത് ചെയ്യാൻ? രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ എനിക്ക് അങ്ങേക്ക് തരാൻ ഇഷ്ടമാണ്, പക്ഷെ മുഴുവൻ തരാമെന്ന് പറഞ്ഞില്ല. രാജ്യത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ടായി, കുളിർമയുണ്ടായി. അത് അങ്ങ് സാധാരണ ആളല്ല എന്നൊക്കെ പറയുന്നു, പുകഴ്ത്തയാണ് പലരും. വിഷ്ണുവിനറിയാം മറ്റത് പിടിച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അവൻ ആ മോക്ഷ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി ഇവൻ അറിയുന്നില്ല. അത് ഈ തുച്ഛമായിരിക്കുന്ന ഭൂമിയിൽ കിട്ടുന്നതല്ല അത് എന്നുള്ളത് ഇവൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ചിലരോട് കർശനമായിട്ട് ആ ഗുരു പ്രവർത്തിക്കും. കാരണം ഇവൻ മൂടൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അടിയൊക്കെ കൊടുക്കും. ഇവിടെ ഒരു അടി തന്നെയാണ് കൊടുത്തത്. എല്ലാം പിടിച്ചു വാങ്ങിക്കാനായിട്ട് ശ്രമം നടത്തി. ഒരടി കൊണ്ട് ഭൂമിയും ഒക്കെ അളന്നെടുത്തു. അങ്ങനെ എല്ലാം 2 അടി കൊണ്ട് തന്നെ എല്ലാം അളന്നെടുത്തു. 3ാമത്തെ അടി എവിടെ വെക്കട്ടെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേനും മഹാബലി ആലോചിക്കുകയാണ്, എടാ 3 അടി 2 അടി അവിടെ എല്ലാം അളന്നെടുത്ത് ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഈ പറയുന്ന പുണ്യം വിളഞ്ഞ ആളുകൾക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് തോന്നി. സത്യം പറഞ്ഞാൽ തന്നെ അനുഗ്രഹിക്കാനായിട്ട് ദീക്ഷ തന്ന് ജ്ഞാനസ്ഥനാക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ബോധ്യം അയാൾക്കുണ്ടായി. ഉടനെ തന്നെ അദ്ദേഹം ശിരസ് നമിച്ചു നിന്നു. അപ്പോഴാണ് പാദദീക്ഷ കൊടുത്തത്. ശിരസ് ചവിട്ടിയാണ് പാദദീക്ഷ കൊടുത്തത്. വിഷ്ണുവിനെ ഈ പറഞ്ഞ ഭൂമിയെ സ്വന്തമാക്കാൻ. വാസ്തവത്തിൽ ഇതെല്ലാം നമുക്ക് തടസ്സമെന്ന് ഉള്ള ഒരു കാര്യം മഹാബലിയുടെ കഥയിലൂടെ നമ്മൾ അറിയിച്ചതാണ് വേദം. ഇതിലെല്ലാം വച്ചിരിക്കുന്ന അഭിമാനം, എനിക്ക് ഇത്രയുണ്ട്, ഞാൻ വലിയ പ്രതാപിയാണ്, ഞാൻ കളക്ടറാണ്, ഇതെല്ലാം വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത്? ഇയാളുടെ മനസ്സിനെ ഈ പറയുന്ന വിഷയാകാരങ്ങളിൽ പ്രവർത്തിപ്പിച്ച് സൂക്ഷ്മബുദ്ധിയെ കെടുത്തി നിർത്തിയിരിക്കുകയാണ്. സൂക്ഷ്മബുദ്ധി അവർക്കില്ല. അവർ ബുദ്ധി പറയും അവർക്കൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിയില്ല എന്നാണ് വേദം പറയുന്നത്. ബുദ്ധിയെ ഇല്ലാത്തവരെയാണ് ഇങ്ങനെ പറയണത്. വിവേകശാലികളെയാണ് ബുദ്ധിമാന്മാരെന്ന് പറയണം. ആർക്കാണോ വിവേകമുള്ളത്, ആർക്കാണോ ഈ ലോകത്തിൽ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഈ ജീവനെ ഉദ്ധരിക്കാനെന്നുള്ള തോന്നൽ വന്നിരിക്കുന്നത്, അവരാണ് ബുദ്ധിമാന്മാർ. അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചുക്കും ചുണ്ണാമ്പും കാണില്ല. കുചേലന് എത്ര ഉണ്ടായിരുന്നു? 10-12 പിള്ളേരെങ്ങാണ്ട് ഉണ്ടെന്ന് അല്ലേ? 27 കണ്ട, അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ കൊച്ചുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവർ നിർത്തിയില്ല. പക്ഷെ എന്നാലും ഹരേ രാമ പാടിപ്പാടിയൊക്കെ നടക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ. അതിന് ആരൊക്കെ എന്തൊക്കെ കൊടുക്കും, പിച്ച പോലെ കൊടുക്കും. അതുകൊണ്ട് അത് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ കർമ്മമാണ്. പൂർവ്വജന്മത്തിലെ കർമ്മങ്ങളാണ് നമ്മൾ ഓരോരുത്തരെയും നടത്തുന്നത്. ചേച്ചിയെ നടത്തിയിരിക്കുന്ന കർമ്മമാണ്, ഷീലയെ നടത്തിയിരിക്കുന്നത് കർമ്മമാണ്. കർമ്മം എന്ന് വെച്ചാൽ അറിയാം, ഷീലയെ നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ ഫലം, ആ ഫലമാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാം, അല്ലേ? പോട്ടെ, അതിരിക്കട്ടെ, ഞാൻ അത് വിശദമായിട്ട് പറയാതെ ഇതൊന്നും അറിയാൻ പോണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഓ ഇതാണല്ലേ. കാരണം മനസ്സെപ്പോഴും വിഷയങ്ങളിൽ നിൽക്കുന്നവർക്ക് സൂക്ഷ്മബുദ്ധിയില്ല. അതേസമയം ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് സൂക്ഷ്മബുദ്ധി കൂടുതലാണ്. ഒരു എവിടെയെല്ലാം കാണുമെന്നറിയാം. ഒരു കാര്യത്തെ പിടിച്ചിപ്പോൾ ശാസ്ത്രം വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കയറി നിൽക്കണമെന്ന് എനിക്കൊരല്പമൊക്കെ അറിയാം. കാരണം ഇങ്ങനെയാണോ ഭഗവാനെ, ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അച്ഛനൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ചെയ്യും എന്തുമാത്രം ഈ ധാരണകൾ ഇതിലുണ്ട്. ഒരാളിനെ ഉദ്ധരിച്ച് പിന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിന് യോജിച്ച വിധത്തിൽ എഴുതാൻ ഒരു ജ്ഞാനിക്ക് മാത്രമേ സാധിക്കൂ. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലാതെ കളഞ്ഞിട്ട് എത്ര ആശ്രമങ്ങളാണ്
അവിടെ അനാഥമായി പോകുന്നത്. കാരണം എന്നറിയാമോ, മുൻകാലത്ത് ജീവിച്ചിരുന്ന ആ സ്വാമിയുടെ ആ വെട്ടം മാത്രമേ ഉള്ളൂ, ആ പ്രകാശമേ ഉള്ളൂ. അതൊന്ന് അണഞ്ഞ ഉടനെ എല്ലാം പോയി. അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അത് എൻ്റെതാണ്, ഇത് നിൻ്റെതാണെന്ന് പറഞ്ഞ് പണത്തിനും എല്ലാത്തിനും അടി, സ്ഥാനമാനങ്ങൾക്കും അടി. നമ്മുടെ ആശ്രമത്തിൽ അത് വരാത്തതിൻ്റെ കാരണം എന്തിനാണ്? ഈ ഗ്രന്ഥങ്ങൾ